ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൺലിമിറ്റഡ് ഇൻസ്റ്റ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ അടിപൊളി ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല വീട്ടിൽ തന്നെ നല്ല ഒരു അടിപൊളി ഐസ്ക്രീം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീസ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കും. എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് നമുക്ക് കാണാൻ പോകുന്നത്. നമ്മൾ ഐസ്ക്രീം മിക്സ് വെച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഐസ്ക്രീം പൗഡർ എടുത്തിട്ടുണ്ട്. ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ ഒരു പാക്കറ്റ് ഐസ്ക്രീം പൗഡർ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുള്ള റെസിപ്പിയാണ് പറയുന്നത്. ഒരു പാക്കറ്റ് ഒക്കെ മതി. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു അളവിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ പാല് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. ഒരു കവറിന് നമ്മളൊരു 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. 1/2 ലിറ്റർ അധികം വെള്ളം ഒന്നും ചേർക്കാത്ത പാല് വെച്ചിട്ട് നമ്മൾ അതിനെ തിളപ്പിക്കാൻ വെക്കും. ആ സമയം കൊണ്ട് നമ്മൾ ഒരു ലേശം പാല് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഐസ്ക്രീം പൗഡർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം. നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡർ ഒക്കെ മിക്സ് ചെയ്തില്ലേ, അതുപോലെ പാലിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഒന്നായിട്ട് ഇത് പാലിലേക്ക് മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കട്ട കുത്തുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പാലൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഫുള്ളായിട്ട് അതിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുറച്ചു നേരം ഇളക്കണം. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇത് ഇളക്കുക. അപ്പൊ ഇതുപോലൊക്കെ തിളച്ചൊക്കെ വരും. ഇതൊന്ന് കുറുകി ഒരു കുറുക്ക് പരുവത്തിൽ ഇതുപോലെ ഒന്ന് കുറുകി കിട്ടുന്നത് വരെ നമ്മൾ ഇതിനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടരുത്, കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിരിക്കുകയാണ്. തണുത്ത് ഫ്രീസ് ചെയ്തൊന്നും വേണ്ട, സാധാരണ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ ഇതൊരു കുറുക്ക് രൂപത്തിലായി വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ അടിച്ചെടുക്കണം. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ കമ്പനീസിന്റെയും ഐസ്ക്രീം പൗഡറിനകത്തൊക്കെ നന്നായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു തുള്ളി പോലും നമ്മൾ ഷുഗർ വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല മിക്സ് എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഐസ്ക്രീമിന്റെ തന്നെ ഒരു പാത്രമാണ് ഇത് സെറ്റ് ആവാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ ചൂട് പോയതിനു ശേഷം വേണം കേട്ടോ ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. നന്നായിട്ട് ചൂട് പോയിട്ട് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കാവൂ. എന്നിട്ട് നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രീസർ വെക്കുക. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഇത് അനക്കാതെ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് വീണ്ടും എടുത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഐസ് ഒക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഐസ് ഒക്കെ ആയി വന്നിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഫുൾ ആയിട്ടിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. 2 തവണയെങ്കിലും കുറഞ്ഞത് നമ്മൾ അടിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീം പാല് ചുമ്മാ കട്ടയായതുപോലെ കിട്ടത്തുള്ളൂ. നമ്മുടെ എക്സാക്ട് ഐസ്ക്രീമിന്റെ ആ ഒരു രീതി വരണമെങ്കിൽ നമ്മൾ 2 തവണയെങ്കിലും കുറഞ്ഞത് അടിച്ചിരിക്കണം. 3 തവണ അടിക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അപ്പൊ 2 തവണയെങ്കിലും കുറഞ്ഞത് അടിച്ചിട്ട് നമ്മളൊരു ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 12 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക. അപ്പൊ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം നമ്മൾ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഐസ്ക്രീം ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേ ഒരു സ്കൂപ്പർ വെച്ചിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. സ്കൂപ്പർ കുറച്ച് കഴിഞ്ഞ് പൊടിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫോണൊക്കെ വെച്ചിട്ടാണ് സ്കൂപ്പ് ചെയ്തെടുത്തത്. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീം ഇതുപോലാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പുറത്തോട്ട് ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് പൗഡർ കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ എക്സാക്ട് നല്ല വാനില ഫ്ലേവർ ആയിരുന്നു ഇത്. വാനില ഐസ്ക്രീം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആണോ അതേപോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നാളെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പാലും ഈ മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് അടിച്ച് ഒരു 2 തവണ മിക്സിയിലിട്ട് അടിക്കണം എന്നുള്ളൊരു മെനക്കേടേ ഉള്ളൂ. അപ്പൊ നല്ലതായിട്ട് ഐസ്ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമിന്റെ ട്രെയിൽ തന്നെ ഒഴിച്ച് സെറ്റ് ആവാൻ പറ്റുകൊണ്ട് നമുക്ക് അതിന്റെ എക്സാക്ട് അളവും കൂടെ അറിയാൻ പറ്റും. നമ്മളൊരു എനിക്ക് തോന്നുന്നു 150 രൂപയ്ക്കോ മറ്റോ ഞാൻ ആ പാത്രത്തിൽ കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അളവിൽ തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു 30 രൂപയായിരുന്നു ഈ പൗഡറിന് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ 40 രൂപയുടെ ഒരു പാലോട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.